Hello everyone, welcome all to my video. In this video, I would like to discuss about the enterprise resource planning system, the needs for enterprise resource planning system in an organization, features of ERP, the benefits of ERP, and also the disadvantages of ERP in the organization. Enterprise resource planning. An ERP system is a commercial software package that enables a company to integrate the data throughout the entire organization. So ERP is one of the important type of management information system. We all know that management information system is a system which gives information to the management for taking any decision. It is a common software package which integrates all activities in the organization. Just like that, ERP is one of the important type of management information system which enables the company to integrate all the important modules or functions of the organization. So ERP combines the functions all together into a single integrated software program that runs off a single database. So enterprise resource planning ഒരു ഓർഗനൈസേഷനിലെ എല്ലാ ഫങ്ഷണൽ ഏരിയാസിനെയും ഇന്റഗ്രേറ്റ് ചെയ്ത് കോമൺ ഡാറ്റാബേസ് ആയിട്ട് ഫോം ചെയ്യുന്നു. സോ ERP സിസ്റ്റം ഒരു ഓർഗനൈസേഷനിലെ എല്ലാ മൊഡ്യൂൾസ് ഓർ ഫംഗ്ഷൻസിനെയും കമ്പൈൻ ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് ഒരു കോമൺ ഡാറ്റാബേസ് ആയിട്ട് ഫോം ചെയ്യുന്നു. സോ ഇറ്റ് ഓൾസോ ഹെൽപ്സ് ദ ഓർഗനൈസേഷൻ ടു ആക്സസ് ആൻഡ് ഷെയർ ദ ഇൻഫർമേഷൻ വെരി ഈസിലി വിതൗട്ട് മച്ച് ഡിഫിക്കൽട്ടി. It also helps to save time and cost required for accessing the information from different departments because a common database is maintained in the entire organization, and it also helps the employees or workers to communicate with each other, and they are also able to retrieve or access the information as and when required by them. So ERP എന്ന് പറയുന്നത് it is a software package. യൂഷ്വലി ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കമ്പനിയിലെ എല്ലാ ആക്ടിവിറ്റീസിനും ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ERP എന്ന് പറയുന്നത്. സോ ERP എല്ലാ ഓർഗനൈസേഷനിലെ ആക്ടിവിറ്റീസിനെയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഓൾസോ ഇന്റഗ്രേറ്റ് ദ എൻറ്റയർ ഫങ്ഷൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഇനി എല്ലാ ഫങ്ഷൻസിനെയും ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു നിർബന്ധമില്ല. നമുക്ക് ഏത് ഫങ്ഷൻസിലൊക്കെയാണോ അല്ലെങ്കിൽ ഏത് മൊഡ്യൂളിലൊക്കെയാണോ നമുക്ക് ERP സിസ്റ്റം കൊണ്ടുവരേണ്ട ആവശ്യമുള്ളത് അവിടെ മാത്രം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ERP സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അല്ലെങ്കിൽ രണ്ട് ഡിപ്പാർട്ട്മെന്റ്, ഫിനാൻസിൽ മാത്രം വേണമെങ്കിൽ ഫിനാൻസിൽ മാത്രം ഇംപ്ലിമെന്റ് ചെയ്യാം. മാർക്കറ്റിംഗ് ഫിനാൻസും വേണോ, പ്രൊഡക്ഷൻ മാർക്കറ്റിംഗ് ഫിനാൻസ് വേണോ, ഏത് കോമ്പിനേഷനിൽ വേണമെങ്കിലും നമുക്ക് ERP സോഫ്റ്റ്വെയർസ്, ERP പാക്കേജ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. കമ്പനിക്ക് വേണ്ടി ഒരു ERP പാക്കേജ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ERP വെൻഡേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യണം. സോ ഏത് വെൻഡേഴ്സിന്റെ ERP സോഫ്റ്റ്വെയർ ആണ് സ്യൂട്ടബിൾ ആവുന്നതെന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. സോ അതിനനുസരിച്ച് ചിലപ്പോൾ നമ്മളെ ഓർഗനൈസേഷനിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തിയാൽ നമുക്ക് ERP സോഫ്റ്റ്വെയർ പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയെന്ന് വരും. സോ the company wants to decide the extent to which they want to implement the ERP software in the organization. Let's move to the next slide. The evolution of ERP. 1940s ആദ്യമായി ERP സിസ്റ്റം വന്നത് ഇൻവെന്ററി കൺട്രോൾ പേർപ്പസിന് വേണ്ടിയിട്ടായിരുന്നു. സോ ആ സമയത്ത് ഒരു ഇൻഫോർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഇൻഫോർമേഷൻ സിസ്റ്റം പാക്കേജ് വന്നത് ഇൻവെന്ററി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. 1940s എന്നൊക്കെ പറയുമ്പോൾ ആ സമയത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് കോബോളോ, ഫോർട്രെയിൻ അങ്ങനത്തെ ലാംഗ്വേജുകളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. സോ അവിടെ ഇമ്പോർട്ടൻസ് ആകെ കൊടുത്തിരുന്നത് ഇൻവെന്ററി കൺട്രോൾ ICക്ക് മാത്രമായിരുന്നു. അത് കഴിഞ്ഞ് 1960s മെറ്റീരിയൽ റിക്വയർമെന്റ് പ്ലാനിംഗ് വന്നു. അതായത് ഈ ഇൻവെന്ററി കൺട്രോൾ പാക്കേജിൽ തന്നെ കുറെ മോഡിഫിക്കേഷൻസ് ഒക്കെ കൊണ്ടുവന്ന് MRP, ദാറ്റ് ഈസ് മെറ്റീരിയൽ റിക്വയർമെന്റ് പ്ലാനിംഗ് കൊണ്ടുവന്നു. സോ ഇവിടെ ഒരു പ്രൊഡക്റ്റിന് ആവശ്യമുള്ള പാർട്സ്, സ്പെയർ പാർട്സ്, പ്രോഡക്റ്റ് പ്ലാനിംഗ്, മെറ്റീരിയൽ പ്ലാനിംഗ് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടായിരുന്നു ഈ MRP പാക്കേജ് കൊണ്ടുവന്നിരുന്നത്. സോ ഇൻ 1960s ഇൻവെന്ററി കൺട്രോളിൽ നിന്നും MRP, മെറ്റീരിയൽ റിക്വയർമെന്റ് പ്ലാനിംഗിലോട്ട് ഒരു ഷിഫ്റ്റിംഗ് വന്നു. So MRP package is mainly used to tap the master production schedule and also for allowing business to plan materials or the product requirements. അത് കഴിഞ്ഞാണ് MRP2, അതായത് മാനുഫാക്ചറിംഗ് റിസോഴ്സ് പ്ലാനിംഗ് വന്നത്. This package helps to optimize the manufacturing process, material and also the product requirements. So
ഇതിൽ അഡീഷണൽ സർവീസ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഫിനാൻസ്, ഹ്യൂമൻ റിസോഴ്സ്, പ്രോജക്ട് മാനേജ്മെന്റ്, ഡിസ്ട്രിബ്യൂഷൻ മാനേജ്മെന്റ്, ഇങ്ങനെയുള്ള സർവീസുകൾ കൂടി അഡീഷണൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞ് 1990s ആയപ്പോൾ എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് വന്നത്. ERP provides an enterprise-wide functions and integration, and it uses a single database because it contains all data, and that helps to keep the process running smoothly. And it also ensure the three components, that is the visibility, accessibility, and the consistency of information. And in 2000s, the extended ERP is introduced, and it is something beyond the ERP system. ഇതിൽ എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്ങിൽ മുൻപുണ്ടായിരുന്നതിന്റെ കൂടെ ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ്, സപ്ലൈ ചെയിന്, ഇങ്ങനെയുള്ള അഡീഷണൽ കുറച്ച് കാര്യങ്ങൾ കൂടി ആഡ് ചെയ്ത് വന്നു. ഇനി വരുന്നത് നമ്മുടെ ഫ്യൂച്ചറാണ്. ഫ്യൂച്ചറിൽ നെക്സ്റ്റ് ജനറേഷൻ ERP ആണ്. മൊബൈൽ കമ്പ്യൂട്ടിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, അനലിറ്റിക്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ എവല്യൂഷൻ സ്റ്റേജ് ഓഫ് എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ്. സോ ഇൻവെന്ററി കൺട്രോളിൽ നിന്നും മെറ്റീരിയൽ റിക്വയർമെന്റ് പ്ലാനിംഗ് ആയി മാനുഫാക്ചറിംഗ് റിസോഴ്സ് പ്ലാനിംഗിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. Then enterprise resource planning vannu, extended ERP vannu, which includes customer relationship management, supply chain management, and after that the future of enterprise resource planning is the next generation ERP, which may includes cloud computing or mobile computing. So these are the evolutionary stage of enterprise resource planning. ERP software provide ചെയ്യുന്ന ഒരുപാട് വെൻഡേഴ്സ് നമ്മുടെ മാർക്കറ്റിലുണ്ട്. സോ എക്സാമ്പിൾ സാപ്പ്, പീപ്പിൾസോഫ്റ്റ്, ഒറാക്കിൾ, സേജ്, മൈക്രോസോഫ്റ്റ്, ഇവരൊക്കെയാണ് പോപ്പുലർ ആയിട്ടുള്ള ERP വെൻഡേഴ്സ്. സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. Features of enterprise resource planning. The first feature of enterprise resource planning is flexibility. ERP system should be flexible to respond to the changing needs of an enterprise. So ERP system ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു ഓർഗനൈസേഷനിൽ ഫ്യൂച്ചറിൽ എന്ത് ചേഞ്ചസ് വന്നാലും അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ERP സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ പിന്നീട് ഫ്യൂച്ചറിൽ നമുക്ക് വരുന്ന ഡൈവേഴ്സിഫിക്കേഷൻ, എക്സ്പാൻഷനോ അല്ലെങ്കിൽ ഫങ്ഷണൽ ഡിവിഷനോ എന്തുതന്നെയാണെങ്കിലും whatever be the changes which is being made in the future, it will also able to included in the enterprise resource planning software. The next feature is integration. ERP provides a fully integrated platform through which you can analyze, collect and store all the data across different departments through a single database. So ഇവിടെ ഒരു സിംഗിൾ ഡാറ്റാബേസ് യൂസ് ചെയ്ത് ഓർഗനൈസേഷനിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഇറ്റ് ഈസ് വെരി ഹെൽപ്ഫുൾ ഫോർ ദ ഓർഗനൈസേഷൻ സ്റ്റാഫ് ടു ആക്സസ് ദ ഇൻഫർമേഷൻ ആസ് ആൻഡ് വെൻ ദേ ആർ നീഡഡ്. സോ ദിസ് സോഫ്റ്റ്വെയർ ഇന്റഗ്രേറ്റ് all the process across the departments in the organization. For example, when a new order is placed, automatically the software initiate a credit check and also inquire about the product availability. When the product is available in that location, it automatically updates the distribution schedule. So once the distribution is made or the order is shipped, the system automatically send an invoice. ഒരു ഓർഡർ പ്ലേസ് ചെയ്താലുള്ള എല്ലാ ആക്ടിവിറ്റീസും ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. വൈ? ബിക്കോസ് ഓഫ് ദ സിസ്റ്റം ഇന്റഗ്രേറ്റ് ഓൾ ദ ഡിപ്പാർട്ട്മെന്റ്സ്. അപ്പൊ ഇവിടെ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഇന്റഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു ആക്ടിവിറ്റി ഇനീഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും ഇനീഷ്യേറ്റ് ചെയ്യപ്പെടും. ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് റിസോഴ്സ് മാനേജ്മെന്റ്. പ്രോപ്പർ മാനേജ്മെന്റ് ഓഫ് human resource, material, finance, etc. should be facilitated through enterprise resource planning, and thereby the organization can reduce the operating and maintenance cost. The ERP software helps to integrate all the departments in a single platform. This helps to rearrange resources of the organization. നമ്മുടെ resources, men, material, finance, ഇതൊക്കെയാണ് നമ്മുടെ resources. So ഇതിന്റെ ഷോർട്ടേജോ സർപ്ലസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാനേജ് ചെയ്യാൻ ERP software use ചെയ്യാം. And thereby we can able to reduce the time and cost. Because when there is any shortage or surplus of material, the software will identify the problem very quickly and also intimate the problem to the concerned department very fastly. So which reduce the time required to solve the problem and also helps to reduce the operating and maintenance cost. The next one is extensibility.
It should not be confined to the organizational boundaries, because ERP system have the additional feature of customer relationship management and supply chain management. So ERP system ഒരു ഓർഗനൈസേഷൻ അകത്ത് മാത്രമല്ല, it also be extended to the organizational boundaries. And the next one is automation. ERP provides automation of tedious tasks like payroll, order entry, reporting, invoicing and accounting. It reduces the manual work and saves your staff time. Tally software use ചെയ്യും അതിന്റെ വൗച്ചേഴ്സ് മാത്രം നമ്മൾ എൻ്റർ ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാ റിപ്പോർട്ട്സും, ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെന്റ്, അതുപോലെ തന്നെ അനാലിസിസുകൾ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം തന്നെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് റെഡ്യൂസസ് ദ മാനുവൽ വർക്ക് ആൻഡ് സേവ്സ് ദ സ്റ്റാഫ്സ് ടൈം. And the next one is modular and open. Any module can be attached or detached whenever required without affecting the other module. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത സോഫ്റ്റ്വെയറിൽ, ERP സോഫ്റ്റ്വെയറിൽ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ 2-3 മൊഡ്യൂൾ മാത്രമേ ഉള്ളൂ എങ്കിൽ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം, അഡീഷണൽ ഒരു മൊഡ്യൂൾ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ നിലവിലുള്ള മൊഡ്യൂൾ ഡിറ്റാച്ച് ചെയ്യുകയോ ചെയ്യാം. വൈ? ബിക്കോസ് ERP സിസ്റ്റം ഈസ് ഫ്ലെക്സിബിൾ ഇനഫ് ടു add or delete the module as and when required. And the next one is customer relationship management. A full-fledged customer relationship management module ensure proper management of lead customers, opportunities and better support to customers and future growth in the business. So extended ERP ൽ ഞാൻ additional feature പറഞ്ഞിരുന്നു, customer relationship management കൂടി additional ആയിട്ട് include ചെയ്തിട്ടുണ്ട്. So ഇവിടെ നമുക്ക് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാം, നിലവിലുള്ള കസ്റ്റമേഴ്സിനെ കീപ്പ് ചെയ്യാനും ERP സിസ്റ്റം, ERP സോഫ്റ്റ്വെയർ ഹെൽപ്ഫുൾ ആണ്. Therefore, we can able to say that ERP package or software is a common platform, helps the organization to access the information as and when needed without much time and cost. Let's move to the next slide. The modules of enterprise resource planning. We are having inventory, purchasing, payroll, sales, finance, vendors. യൂഷ്വലി ഒരു ഓർഗനൈസേഷനിൽ എല്ലാ ഏരിയയിലും എല്ലാ മൊഡ്യൂളിലും ERP സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഏതൊക്കെ ഏരിയയിലാണ് ERP സിസ്റ്റം ആവശ്യം ആ ഏരിയയിൽ മാത്രം ഇംപ്ലിമെന്റ് ചെയ്യാവുന്ന രീതിയിൽ ERP പാക്കേജിന് ഡിസൈൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ERP പാക്കേജ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഇനി ഫ്യൂച്ചറിൽ ചേഞ്ച് വരുത്തണമെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ അഡീഷണൽ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിറ്റാച്ച് ചെയ്യുകയോ ചെയ്യാം. Okay, next is the need for enterprise resource planning in business. The first point is business integration. ERP software helps the organization to integrate all the functional departments in the organization, and thereby organization staff in different departments can able to access the information without much difficulty. അതുപോലെ തന്നെ ERP പാക്കേജ് യൂസ് ചെയ്യുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും റിപ്പോർട്ട്സ് ഒരു സിംഗിൾ മൗസ് ക്ലിക്കിൽ തന്നെ നമുക്ക് അവൈലബിൾ ആവും, ബിക്കോസ് എവറി ഇൻഫർമേഷൻ ഈസ് സ്റ്റോർഡ് ഇൻ ദ കോമൺ ഡാറ്റാബേസ്. So the ERP system is very much useful for the organization in order to improve the efficiency, and thereby it is useful for reducing the time and cost. Next is the flexibility. The ERP system is not a static one. ERP സിസ്റ്റത്തിൽ ഒരു ഫെസിലിറ്റി ഉള്ളത് എപ്പോൾ വേണമെങ്കിലും നമുക്കൊരു അഡീഷണൽ മൊഡ്യൂൾ അല്ലെങ്കിൽ അഡീഷണൽ ഫംഗ്ഷണൽ ഡിപ്പാർട്ട്മെന്റ് ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്യാം. ആദ്യം കുറച്ച് ഡിപ്പാർട്ട്മെന്റിൽ മാത്രം നമ്മൾ ERP സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തുള്ളൂ എങ്കിലും നമുക്ക് പിന്നീടൊരു ഡൈവേഴ്സിഫിക്കേഷനോ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷനോ മോഡേണൈസേഷനോ ഏത് സിറ്റുവേഷൻ വന്നാലും ERP system is very much flexible in order to tackle the situation. And the next one is better decision making. Here, the ERP system provide information from various sources in real time. So this system is able to give decision makers information as and when they are required. So real-time data will be made available to the end users, and it is very helpful for the management to make better and informed decisions. And the next one is use of latest technology. ERP vendors ഓരോ സ്റ്റേജിലും ടെക്നോളജി ചേഞ്ച് ആവുന്നതിനനുസരിച്ച് ERP പാക്കേജിൽ അഡീഷൻസ് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ ആദ്യം ഇൻവെന്ററി കൺട്രോളിന് വേണ്ടി മാത്രം യൂസ് ചെയ്തിരുന്നത് മെറ്റീരിയൽ റിക്വയർമെന്റ് പ്ലാനിങ്ങിനായി, പിന്നെ മാനുഫാക്ചറിംഗ് റിസോഴ്സായി, ERP ആയി, അതിൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് ആഡ് ചെയ്ത് വന്നു. അതുപോലെ തന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, മൊബൈൽ കമ്പ്യൂട്ടിംഗ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ എന്തെല്ലാം ലേറ്റസ്റ്റ് ടെക്നോളജീസ് ഡെവലപ്പ് ആവുന്നുണ്ടോ അതനുസരിച്ച്
ERP system develop ആയിക്കൊണ്ടിരിക്കും. So it never been outdated. Next is standardized and speed up manufacturing process. We all know that the manufacturing process which is being used in various organizations are entirely different. So ERP system organizationil konduvannu kazhinjal it enables the organization to come with a standard method for manufacturing process. So by way of standardizing the manufacturing process using the single integrated platform which enables the organization to save time, cost and also improve the productivity. And the next one is reduce inventory and inventory carrying cost. So ERP system ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടെങ്കിൽ we can able to identify whether there is any excess or shortage of inventory. So ഇങ്ങനെ ഷോർട്ടേജ് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്യാനും മാക്സിമം ലെവൽ എത്തുമ്പോൾ ഈ ERP സിസ്റ്റം നമ്മൾ ഇന്റിമേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. So thereby we can able to reduce the inventory and inventory carrying cost. ഒരു ഇൻവെന്ററി ഷോർട്ടേജ് വരുന്ന സിറ്റുവേഷനിൽ we can able to identify the supplier very easily. Why? Because of we are making use of supply chain management in our ERP system. And thereby we can able to identify the suppliers very quickly with a minimal cost. And thereby we can able to reduce the inventory carrying cost. Next is reduce manpower cost. A successful ERP implementation helps to reduce both direct and indirect labor. While using the ERP software in the organization, there will be standardized manufacturing process and the production personnel also have make use of better methods for producing the goods or services, which enables the organization to increase the efficiency and productivity. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷനിൽ ERP വരുമ്പോൾ നമുക്ക് നിലവിലുള്ള സ്റ്റാഫിന്റെ ആവശ്യം വരില്ല. സോ അവിടെ എക്സസ് സ്റ്റാഫായി മാറും. ആ എക്സസ് സ്റ്റാഫ് നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് മാക്സിമം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. And the next one is improve sales and customer service. As said before, extended ERP system we are having the addition of customer relationship management and supply chain management. So by way of better or improvements in managing customers leads to increase in the customer satisfaction and thereby we can able to avail repeat orders from the customers. And the next one is efficient financial management. Here the ERP software helps for proper debtors and creditors management. So ഇവിടെ എന്തെങ്കിലും ബിൽസ് റിസീവബിൾ അല്ലെങ്കിൽ ബിൽസ് പേയബിളോ അല്ലെങ്കിൽ ഡെറ്റേഴ്സോ ക്രെഡിറ്റേഴ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് അവരെ ഐഡന്റിഫൈ ചെയ്യാനും പ്രോപ്പർ ക്യാഷ് മാനേജ്മെന്റ് ചെയ്യാനും സാധിക്കും. സോ ക്യാഷ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വി വാണ്ട് ടു ആക്സിലറേറ്റ് ദ റെസീപ്റ്റ്സ് ആൻഡ് ഡിലേയിങ് ദ പേയ്മെന്റ്സ്. അപ്പോൾ പെട്ടെന്ന് ഡെറ്റേഴ്സിനെ ഐഡന്റിഫൈ ചെയ്ത് അവരുടെ ക്യാഷ് കളക്ട് ചെയ്യാനും അവരെ ഇന്റിമേറ്റ് ചെയ്ത് ക്യാഷ് കളക്ട് ചെയ്യാനും ക്രെഡിറ്റേഴ്സിനെ അവർ ഡ്യൂ ഡേറ്റ് ആകുമ്പോൾ അവർക്ക് പേ ചെയ്യാനും സാധിക്കും. ആൻഡ് thereby the ERP software helpful for efficient financial management and which also leads to lower requirements for cash on hand. So these are the important need for ERP in business organization. The first is business integration, flexibility, better decision making, use of latest technology, standardized and speed of manufacturing process, helps to reduce inventory and inventory carrying cost, reduce manpower cost or labor cost, improve sales and customer service, and the last one is efficient financial management. Let's move to the next point, advantages of ERP. How the ERP system is beneficial to the entire organization. The first point is optimization of business process. Because ERP system enables the organization to integrate all the functional modules in the organization and thereby we can able to optimize the business process in the entire organization without much time and cost. And the next one is accurate and timely access to reliable information. So the entire information relating to different departments are stored in the common database. So anyone in the organization can access the information in a real-time manner, and which helps to the organization staff to access the information as needed by them. അങ്ങനെ നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ ആക്യുറേറ്റ് ആയിരിക്കും and it also be reliable one. The next one is the ability to share information between all components of the organization.
So ERP system വരുന്നതിന് മുമ്പ് lots of formalities are there in order to share the information. പക്ഷേ ERP system ഉള്ളതുകൊണ്ട് we can share the information in the entire organization without much difficulty. And the next one is elimination of unnecessary operations and data. Because a common database is maintained for the entire organization, and it helps to reduce data redundancy or duplication of data, and there is a single reporting system is made available to the entire organization in order to analyze the statistics in a real-time manner across the entire functional departments. And the next one is reduction of time and cost of litigation. Here, while installing an ERP system in the organization, we can ensure the improved inventory control and better material management, better services, vendor relationship, etc. And thereby we can able to reduce the time and cost required to perform each and every activity. And the next one is then, as each module of ERP system enters the same real-time database, therefore no duplicate records or playback operation is needed, that is redundancy is avoided. ERP system common database ആണ് ഉപയോഗിക്കുന്നത്. So it helps to avoid duplication of work and also helps to reduce the redundancy of data or information. And the next one is disadvantages of enterprise resource planning. The first one is it is very time consuming, in the sense that the time required for implementing the ERP system in the entire organization is a time consuming one. Okay, next one, it is very expensive. Installation cost of enterprise resource planning is very high. So ചെറിയ ഓർഗനൈസേഷൻ ഒന്നും ERP സോഫ്റ്റ്വെയറിന്റെ കോസ്റ്റ് അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. And the next one is conformity of the module. Developing a solid data conversion strategy can be very difficult. So we have to define, examine or analyze the data source before implementing ERP in the organization. And the next one is vendor dependence. The ERP system is completely depending on the vendors. Because ഒരു ഓർഗനൈസേഷനിൽ ഒരു ERP സിസ്റ്റം കൊണ്ടുവരുമ്പോൾ നമ്മൾ കുറെ റീ-എഞ്ചിനീയറിംഗ് വർക്ക് എല്ലാം ചെയ്യേണ്ടതായിട്ട് വരും. ERP is a common software and working atmosphere of the organizations are different. So we want to adjust our activities in order to cope up with the ERP solution. So it is completely depending upon the ERP vendors. And the next is the installation of the ERP system is costly. The installation of ERP is very costly, and also ERP consultants are very expensive, because the benefit of implementing an ERP system in the organization is not presented immediately when it is implemented in the organization. Next is the success depends on the skills and experience of the workforce, including education and how to make the system work properly, etc. The effectiveness of the ERP implementation depends upon the ability or the skills of the workforce in the organization, and which also involves the education, training level, etc. of the end users in order to make use of the system rightly. The ERP system does not guarantee the total success of the company. Why? Because of that, it depends upon the skill and experience of the workforce in the organization. And the next one is resistance in sharing internal information between departments can reduce the efficiency of the software. Because there is a chance for inefficiency of ERP system due to resistance of the employees to share the information between different departments or different units in the organization. So, ingane oru change, this is a huge change, and pala employees adu accept cheyidannu varilla. They will automatically resist to share the internal information. So, these are the important disadvantages of enterprise resource planning software. So, while implementing the ERP system in the organization, we want to keep in mind that a bad strategy implementation may lead to the failure of the entire organization. Even though it have a lot of advantages, we also want to consider the demerits of enterprise resource planning, and it also be essential to analyze whether the right system is implemented in the company or not. So it depends upon so many factors,
and the organization wants to consider each and every factors carefully before implementing ERP system in the organization. So these are the important features, need, advantages and disadvantages of enterprise resource planning in the organization. Hope all of you understand the topics covered in this video. Thank you. Thanks a lot.